നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. എസ്റ്റവായോ വില്യനിൽ വലിയ പ്രതീക്ഷയാണ് ബ്രസീലിയൻ ഫുട്ബോളിനുള്ളത്. ക്ലബ്ബ് വേൾഡ് കപ്പിൽ ലിയോ മെസ്സിയുടെ ഇന്റർ മയാമിക്കെതിരെ മിന്നും പ്രകടനം താരം പുറത്തെടുക്കുമെന്ന് അവർ കരുതുകയാണ്. ഏതായാലും പാൽമെറാസിൽ പൊളിച്ചെടുക്കുന്ന പ്രകടനം അദ്ദേഹം തുടരുമ്പോൾ ലാമിൻ യമാലിനെ പോലെയുള്ള താരമാണ് എസ്റ്റവായോ എന്ന് പറയുന്ന റൊണാൾഡോ. ബ്രസീലിയൻ ഇതിഹാസം റൊണാൾഡോ നസാരിയോ പറഞ്ഞ വാക്കുകളിലേക്ക് പോകാം. എസ്റ്റവായോ ലാമിൻ യമാലിനെ പോലുള്ള താരമാണ്. തീർച്ചയായിട്ടും ഫുട്ബോളിലെ ബിഗ് സ്റ്റാറായിട്ട് അവൻ അധികം വൈകാതെ മാറും. വളരെ പ്രോമിസിംഗ് ആണ്. 17 വയസ്സ് മാത്രമേ അവനുള്ളൂ. വേൾഡ് കപ്പിൽ പാൽമറാസിനൊപ്പം അവൻ മികച്ച പ്രകടനം നടത്തിയിട്ട് ചെൽസിയിലേക്ക് അവൻ ജോയിൻ ചെയ്യും. അപ്പോൾ ഫുട്ബോൾ ലോകം അവൻ്റെ മികവ് കൂടുതൽ അറിയും എന്നാണിപ്പോൾ റൊണാൾഡോ നസാരിയോ പറയുന്നത്. റൊണാൾഡോയെ പോലുള്ള ഒരാൾ ഒരു യുവതാരത്തെ ഇങ്ങനെ പ്രൈസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അവൻ്റെ മികവ് അത്രയധികമായിരിക്കണം. അവൻ്റെ മികവ് അത്രയധികമാണ് എന്നുള്ള കണക്കുകളാണ് ബ്രസീലിയറോ സിരിയയിൽ നിന്നിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. 2024 ബ്രസീലിയറോ സിരിയയിൽ ഗോൾ പാർട്ടിസിപ്പേഷൻ്റെ കാര്യത്തിൽ, ഗോൾ കോൺട്രിബ്യൂഷൻ്റെ കാര്യത്തിൽ അവൻ ഒന്നാമതാണ്. 22 ഗോൾ കോൺട്രിബ്യൂഷൻസ്. അതുപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ മിനിറ്റുകളിൽ ഗോൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന താരം പെർ ഗോൾ കോൺട്രിബ്യൂഷൻ 92 മിനിറ്റ്സ് ആണ്. പിന്നെ ഷോട്ട് ഓൺ ഗോളിൻ്റെ കാര്യത്തിൽ അവൻ ഒന്നാമതാണ്, 38. ഫസ്റ്റ് ഇൻ ബിഗ് ചാൻസസ് ക്രിയേറ്റഡ് 11. ഫസ്റ്റ് ഇൻ ആക്ഷൻസ് ഇൻ ദി റൈവൽ ഏരിയ, അതായത് പെനാൽറ്റി ഏരിയകളിലും എതിരാളികളുടെ ഫൈനൽ തേർഡിലും കൂടുതൽ ബോളുമായിട്ട് നീക്കങ്ങൾ നടത്തിയതിൻ്റെ കാര്യത്തിൽ അവൻ ഒന്നാമതാണ്, 174. ഏറ്റവും അധികം ഗോളുകൾ നേടിയതിൻ്റെ കണക്കിൽ ടോപ്പ് സ്കോറേഴ്സ് ലിസ്റ്റിൽ അവൻ രണ്ടാമതാണ്, 13. അസിസ്റ്റിൻ്റെ കാര്യത്തിൽ അവൻ രണ്ടാമതാണ്, 9. അതുപോലെ സക്സസ്ഫുൾ ഡ്രിബിളിങ്ങിൻ്റെ കാര്യത്തിൽ അവൻ മൂന്നാമതാണ്, 79. ഇതൊക്കെ ഈ 17 വയസ്സിലാണെന്ന് ഓർക്കുക. ഇനി ബ്രസീൽ വിട്ട് യൂറോപ്പിലേക്ക് ചേക്കേറുമ്പോൾ, ചെൽസിയിലേക്ക് എത്തുമ്പോൾ എന്ത് തരം പ്രകടനം അവൻ നടത്തും കാത്തിരുന്ന് കാണാം. അതിനു മുമ്പ് പക്ഷേ ലിയോ മെസ്സിയുടെ ഇന്റർ മയാമിക്കെതിരെ ഒരു കളി കളിക്കാനുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.